ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വെക്സ്ഡ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിതാ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ഒരല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് ഞാനിപ്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 500 ഗ്രാമിൻ്റെ നല്ലെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് വെച്ച് ബാക്കി മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൗൾ നിറച്ചും വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യാതെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടണം. മൂത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. മാസങ്ങളോളം കേടാകാതിരിക്കാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം കടുക് പൊടിച്ചതും 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ 2 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കാഴപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകില്ലേ, അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫാക്കിയിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വിനീഗർ ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട, പിന്നെ പെട്ടെന്ന് തന്നെ പതഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ വീണ്ടും ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 2.25 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു പദം വരുന്ന സമയത്താണ് ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അടുക്കളയിലുള്ള മുളക് പൊടി തന്നെ എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് കാശ്മീരി മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊരു തിള വരുമ്പോൾ തന്നെ മുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യും. അപ്പോൾ അല്പം ഒരു കട്ടയില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്താൽ എടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് 500 ഗ്രാമോളം ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിന് നല്ലൊരു ടൈറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അഥവാ നിങ്ങൾക്ക് വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഞാൻ 1 കിലോ ചെറുനാരങ്ങ നേരത്തെ തന്നെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു മിക്സിൽ നിന്ന് തന്നെ ഈ ഒരു ചെറുനാരങ്ങയും ഈത്തപ്പഴം നല്ല രീതിയിൽ തന്നെ കുക്കാകട്ടെ. ഈ ഒരു ചെറുനാരങ്ങ തൊലിയില്ല, അത് നല്ല രീതിയിൽ കുക്കായി കഴിഞ്ഞാൽ തന്നെ ഇതിനൊരു കയ്പ്പടിക്കില്ല, അതൊന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അച്ചാർ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കേരളക്കാർക്ക് ഒരു നിർബന്ധമാണ്, ഞങ്ങൾ ഡൈനിങ് ടേബിൾ മേൽ ഈ ഒരു അച്ചാർ, ഏത് അച്ചാറായാലും ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാർ ഇപ്പോൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടില്ലേ. ശരിക്കും അച്ചാർ ഇങ്ങനെ നല്ല രീതിയിൽ കുറുകി വരുന്ന അച്ചാറായിരിക്കും നല്ല കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാനും. ഇനി ഇതിന് തണിയുന്നതിന് മുൻപായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ച നല്ലെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ എപ്പോഴും തെളിഞ്ഞ് നിൽക്കണം അച്ചാറിൽ, എന്നാൽ മാത്രമേ ഒരു അച്ചാർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. മാസങ്ങളോളം കേടാകാതെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അച്ചാർ കിട്ടും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാണെന്നല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.